Hi friends, good morning. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. Today we are going to make masala dosa. ഇന്ന് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. അപ്പോൾ മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് 2 കപ്പ് അരി, 1 കപ്പ് ഓട്സ്. ഇതൊരു ഹെൽത്തിയർ വേർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്സ് ഇടുമ്പോൾ മസാല ദോശയുടെ ക്രിസ്പിനെസ് ഇച്ചിരി കുറയുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രിസ്പിനെസ്സിനേക്കാൾ ഉപരി ഞാൻ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന കാരണം ആണ് ഞാൻ ഓട്സ് ഇടുന്നത്. ഇതാണ് 1.5 കപ്പ് ഉഴുന്ന്. ഈ ഉഴുന്നും അരിയും ഓട്സും കൂടെ കൂടി 4 മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. എന്നിട്ട് ദോശയുടെ പരുവത്തിന് നമുക്ക് അരച്ച് വയ്ക്കാം. ഞാൻ നോർമലി ഇത് അരച്ച് വയ്ക്കുന്ന രാത്രി കിടക്കാൻ നേരത്താണ്. അപ്പോൾ ഓവർ നൈറ്റ് അത് അവിടെ ഇരുന്ന് പുളിക്കും. നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ഉണ്ടാക്കാനോ ദോശ ഉണ്ടാക്കാനായിട്ട് അത് റെഡി ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിത് ഇന്ന് വൈകുന്നേരം അരച്ച് വയ്ക്കും. എന്നിട്ട് നാളെ മസാല ദോശ ഉണ്ടാക്കും. ഇത് 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മാവ് അരച്ചെടുത്തതാണ്. അപ്പോൾ ഓവർനൈറ്റ് ഞാനിതിങ്ങനെ വയ്ക്കും. എന്നിട്ട് നാളെ രാവിലെ എണീക്കുമ്പോൾ മസാല ദോശ ഉണ്ടാക്കും. നിങ്ങൾക്ക് രാത്രിയല്ല അരച്ച് വയ്ക്കണമെങ്കിൽ മിനിമം 8 hours വേണം, വേറെ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ ഇത് പുളിച്ച് കിട്ടാനായിട്ട്. ഇത് പുളിക്കാനായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് മസാല ദോശയുടെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ കണ്ടിച്ച് ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. 2 പൊട്ടാറ്റോ, 2 സ്മോൾ ക്യാരറ്റ്, 1/2 കപ്പ് ഗ്രീൻ പീസ്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1.5 കപ്പ് ചൂടുവെള്ളം ഇത് ഒഴിച്ചിട്ട് നന്നായി വേകുന്നവരെ കുക്ക് ചെയ്യും. ഇത് മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് 1 സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത്, 4 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് കീറിയത്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുക. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്ക് പിടിക്കാൻ ആവശ്യത്തിനുള്ള നമ്മുടെ വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്താണ് അത് വേവിച്ചത്. ഇനി ഈ ടൊമാറ്റോയുടെ വെള്ളം വറ്റി അത് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ 1 മിനിറ്റ് വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ മസാലക്കൂട്ട് റെഡിയായി. ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പൊട്ടാറ്റോ, ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി അത് ഉടച്ചെടുക്കാം. ഇനി ഈ മസാലയൊക്കെ വെജിറ്റബിളിൽ പിടിക്കാനായിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഈ വെജിറ്റബിളും ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. നമ്മുടെ മസാല റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ ദോശ ഉണ്ടാക്കുന്ന ഈ ഇലക്ട്രിക് ദോശ മേക്കറിലാണ്. ഇതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ പാനിൻ്റെ ചൂട് കുറയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ 2 തവി ദോശമാവ് ഒഴിച്ച് അത് റൗണ്ടിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേകാനായിട്ട് വയ്ക്കുക. ഇതിൻ്റെ മേളുവശം ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഒരു മസാല ദോശ റെഡിയായി. ഇനി ഇതിൻ്റെ നടുക്ക് വയ്ക്കാനുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളുവശം നമുക്ക് ആദ്യം മടക്കാം. അത് കഴിഞ്ഞ് താഴ്വശം മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു മസാല ദോശ റെഡിയായി.
ഇനി ഇതേ പ്രോസസ്സിൽ തന്നെ നമുക്ക് ഒരു ദോശയും കൂടെ ചുട്ടെടുക്കാം. നമ്മുടെ നല്ല രുചിയുള്ള മസാല ദോശ റെഡിയായി. സാധാരണ മസാല ദോശ കഴിക്കുന്ന കോക്കനട്ട് ചട്നിയുടെ സാമ്പാറിൻ്റെയും കൂടിയാണ്. നമുക്ക് ഈ സാമ്പാറിൻ്റെ കൂടെ കഴിച്ച് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.